ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ യതീഷ് ബല്ലൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് നമ്മൾ ചെയ്യേണ്ട, അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വിരാജ് സൊല്യൂഷൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, അതുപോലെ തന്നെ പാൻ കാർഡും ഉണ്ട്. ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തില്ല എങ്കിൽ അവിടെ ഒരു പ്രോബ്ലമായി മാറും, ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ആധാർ കാർഡ് എല്ലാ വർക്കിനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഒഫീഷ്യൽ വർക്കാണെങ്കിലും ഏത് വർക്കിനാണെങ്കിലും നമ്മൾ എന്താണ് ആധാർ കാർഡ് കോപ്പി കൊടുക്കണം. അപ്പോൾ ആധാർ കാർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. അതുപോലെ തന്നെ പാൻ കാർഡ്, സാമ്പത്തിക ഇടപാടുകൾക്ക് നമ്മൾ പാൻ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിർബന്ധമായി നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതാണ്. ബാങ്ക് ആയിക്കോട്ടെ, ബാങ്ക് ഇടപാടായിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ എന്ത് ഇടപാട് നമ്മൾ എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അവിടെ എന്ത് വേണം, പാൻ കാർഡ് ആവശ്യമാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാർഡുകളാണ് ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ്. അവിടെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡിനെ ലിങ്ക് ചെയ്യണമെന്ന് പറയുന്ന, ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള, ബന്ധിപ്പിക്കാനുള്ള അവസാനത്തെ ഡേറ്റ്, ആദ്യം പറഞ്ഞ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 30. അത് ഈ ഒരു COVID-19 ഈ ഒരു സാഹചര്യത്തിൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നീട്ടി വെച്ചിരിക്കുകയാണ്. മാർച്ച് 30 വരെ സമയമുണ്ട്. അതിന് മുൻപായി നമ്മൾ ഈ ലിങ്ക്, അതായത് ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്താൽ മതി. സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന ടൈമിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നീട്ടി വെച്ചിരിക്കുകയാണ്. മാർച്ച് 30 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് നമ്മൾ ലിങ്ക് ചെയ്യുന്നില്ല, ബന്ധിപ്പിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മുടെ പാൻ കാർഡ് അസാധുവായി മാറാനുള്ള സാധ്യതയുണ്ട്. ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് ചെറിയ വർക്കാണ്. നമുക്ക് ജനസേവ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയയിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയൊരു വർക്കേ ഉള്ളൂ. ആ ഒരു വർക്ക് ചെയ്താൽ അവിടെ സേഫാണ്. ഒരു പക്ഷേ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചെറിയ പ്രോബ്ലം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.